നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫ്രണ്ട്ലി മത്സരത്തിൽ അർജന്റീന വിജയിച്ചു, പക്ഷേ നിറം മങ്ങിയ വിജയം. താനാരോടും അർജന്റീനയുടെ കളി നിറം മങ്ങി എന്നൊക്കെ പറയാമെന്ന് പറഞ്ഞ ആവേശം കൊള്ളണ്ട, അങ്ങനെ ഊർജ്ജം ഇങ്ങോട്ട് പുറത്തേക്ക് ചാടിക്കണ്ട. കാരണം സംഗതി അങ്ങനെയായിരുന്നു. ഒരു ഊർജ്ജമൊന്നും അർജന്റീൻ പ്ലേയേഴ്സിൻ്റെ ഈ കളിയിൽ ഉണ്ടായിരുന്നില്ല. അർജന്റീനയിലെ പ്രമുഖ മാധ്യമം TYC സ്പോർട്സ് എന്ന ടൈറ്റിൽ കൊടുക്കുന്നത് ലെക്ലെസ്റ്റർ പെർഫോമൻസ് എന്നാണ്. ഊർജ്ജമില്ലാത്ത നിറം മങ്ങിയ പെർഫോമൻസ് എന്നാണ് അവർ തന്നെ ടൈറ്റിൽ കൊടുക്കുന്നത്. മെസ്സി ആദ്യ ലെവലിൽ ഉണ്ടായിരുന്നില്ല, രണ്ടാം പകുതിയിൽ ഇറങ്ങി അദ്ദേഹത്തിൻ്റെ ഒരു ബ്രീഫ് സ്പെൽ ഓഫ് ബ്രില്യൻസ് ഉണ്ടായിരുന്നു. എന്നാൽ 115 സ്ഥാനത്ത് ഫിഫ റാങ്കിങ്ങിൽ കിടക്കുന്ന മൗറിത്താനിയ അർജന്റീനയ്ക്കെതിരെ ഗോളടിച്ചു അവസാന ഘട്ടത്തിൽ. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ അനുഗ്രഹമാണ് അർജന്റീനയ്ക്കെതിരെ കളിക്കുന്നത് പോലും എന്ന് അവരുടെ കോച്ച് പറഞ്ഞിരുന്നു. അവരുടെ കോച്ച് ഒരു ക്ലോസ് കോൺടെസ്റ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. ഏതായാലും കളിക്കളത്തിൽ അവസാന നിമിഷം ഗോളടിച്ചുകൊണ്ട് അവർ തങ്ങൾ പറഞ്ഞത് ഭംഗിയാക്കി ചെയ്തിട്ടുണ്ട്. പക്ഷേ അർജന്റീനയുടെ ഭാഗത്തുനിന്ന് അത്ര ഇമ്പ്രസീവായിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നില്ല. മഴ പെയ്തൊരു രാത്രി, ലാ ബൊംബനേറയിൽ ആരാധകർ സ്റ്റേഡിയം നിറഞ്ഞിരുന്നില്ല. അത് ശ്രദ്ധിക്കണം. ഫുള്ളായൊരു സ്റ്റേഡിയം ആയിരുന്നില്ല. സ്കലോനി മാറ്റങ്ങൾ വരുത്തി. സെൻസിയ ഡിഫൻസിൽ, നിക്കോപാസ് മധ്യനിരയിൽ, ആ രൂപത്തിലൊക്കെയാണ് ടീമിനെ ഇറക്കിയത്. മധ്യനിരയിലും മുന്നേറ്റത്തിലുമൊക്കെ ആയിട്ട് നിക്കോപാസ്, അതുപോലെ തന്നെ ഹുലിൻ അൽവാരസ്, തിയാഗോ അൽമേഡ, നിക്കോ ഗോൺസാലസ് എന്നിവരൊക്കെ മുന്നേറ്റത്തിൽ ഒരുമിച്ച് ഇറങ്ങുമ്പോൾ ഗോൾ കീപ്പറായിട്ട് എമി ഉണ്ടായിരുന്നു. മെസ്സി ബെഞ്ചിലാണ്, രണ്ടാം പകുതിയിലാണ് മെസ്സി ഇറങ്ങി. പക്ഷേ ആദ്യ പകുതിയിൽ തന്നെ അർജന്റീന അവരുടെ 2 ഗോളുകളും നേടിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ടെസ്റ്റിംഗ് എന്ന രൂപത്തിലുള്ള ഒരു പെർഫോമൻസാണ്, കളിയാണ് അവർ ഈ കളിയെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഒരു പുവർ പെർഫോമൻസാണ് അർജന്റീനയുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്ന് കടുത്ത അർജന്റീൻ ആരാധകർ പോലും സമ്മതിക്കും. സോ ഈ മത്സരത്തിൽ അർജന്റീനക്കായിട്ട് നിക്കോ പാസും എൻസോ ഫെർണാണ്ടസുമാണ് ഗോളുകൾ നേടിയത്. മൗറിത്താനിയുടെ ഗോൾ ജോർഡൻ ലെഫോർട്ടിൻ്റെ വകയായിരുന്നു. കളിയിൽ 17-ാമത്തെ മിനിറ്റിൽ എൻസോ ഫെർണാണ്ടസാണ് അർജന്റീനയുടെ ആദ്യ ഗോൾ കണ്ടെത്തുന്നത്. പിന്നെ 32-ാമത്തെ മിനിറ്റിൽ നിക്കോ പാസിൻ്റെ ഗോളും പിറന്നു. 2-0 ഇടവേള സമയത്ത് ലിയോ മെസ്സി കളിക്കളത്തിലേക്ക് വന്നു. മെസ്സിയുടെ മികച്ച ചില നീക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അർജന്റീനയ്ക്ക് പിന്നെ ഗോളടിക്കാൻ പറ്റിയില്ല. എന്നാൽ അവസാന നിമിഷത്തിൽ ജോർഡൻ ലെഫോർട്ടിൻ്റെ ഗോളിലൂടെ മൗറിത്താനിയ ആശ്വാസ ഗോൾ കണ്ടെത്തുകയായിരുന്നു. ഇനി അർജന്റീന അടുത്ത മത്സരം സാംബിയക്കെതിരെ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.